കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസിൽ നിന്ന് നൈസായിട്ട് ഊരി വന്ന ഷൈൻ ടോം ചാക്കോയെ കേരള പോലീസ് അവരുടെ സിൽവർ ബാങ്കിൽ വൈകാതെ അണിയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് വളമിടുന്ന തരത്തിൽ കൃത്യമായി പ്രമുഖൻ എന്ന ടാഗ് ലൈനിനും അപ്പുറത്തേക്ക് പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി നൽകിയ വിൻസി അലോഷ്യസിന് എന്തായാലും അഭിനന്ദനങ്ങൾ. അത്തരത്തിൽ ഒരാളെങ്കിലും മുമ്പോട്ട് വരണം. പേര് പറയാൻ ധൈര്യമുള്ള ഒരാൾ വരുമ്പോൾ 10 പേര് പുറകെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം വിൻസി അലോഷ്യസ് പേര് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിനകത്ത് ഒരു സ്റ്റോറി ഇട്ടിരുന്നു. വിൻസി പറഞ്ഞ കാര്യം, അതായത് ഇനി ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുമായി സഹകരിച്ച് സിനിമ ചെയ്യില്ല എന്ന വിൻസിയുടെ ഒരു പ്രസക്ത ഡയലോഗ് അടങ്ങിയിട്ടുള്ള ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോ പങ്കുവച്ചിരുന്നു. പുള്ളിയുടെ പേര് വിൻസി പറയില്ല എന്നുള്ള ധൈര്യത്തിലായിരിക്കാം ഷൈൻ ടോം ചാക്കോ ആ പോസ്റ്റർ പങ്കുവെച്ചത്. എന്തായാലും പേര് പറഞ്ഞുകൊണ്ട് വിൻസി ഞെട്ടിച്ചപ്പോൾ മലയാളികൾക്ക് ആർക്കും ഞെട്ടലുണ്ടായിട്ടില്ല ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിലൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത്. കാരണം മലയാളികൾ അത് പ്രതീക്ഷിച്ചിരുന്നു. അയാൾ അങ്ങനെയാണ് എന്നതിന്റെ ഒരു ലേബൽ മലയാളികൾക്ക് 2015 കിട്ടിയിട്ടുണ്ടായിരുന്നു. 7 പേരടങ്ങുന്ന ആദ്യത്തെ കേരളത്തിലെ കൊക്കൈൻ കേസിലെ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. എന്നിട്ടും എങ്ങനെ ഷൈൻ ടോം ചാക്കോ ഇത്രയും കാലം സിനിമാ മേഖലയിൽ പിടിച്ചു നിന്നു? എങ്ങനെ ഇത്രത്തോളം ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ കൂടെ മറ്റുള്ള സഹതാരങ്ങൾ ജോലി ചെയ്തു? എങ്ങനെ ഇത്രത്തോളം സിനിമകളിലേക്ക് വ്യാപിക്കുന്ന ഒരു കരിയർ ഷൈൻ ടോം ചാക്കോക്ക് ഉണ്ടായി, പ്രത്യേകിച്ച് തമിഴിലേക്കൊക്കെ വളരുന്ന തരത്തിൽ? അതെല്ലാം ഇവിടെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവും കണക്ട് ചെയ്ത് കിടക്കുന്നത് എന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇതേപോലെ പടവലങ്ങാന്ന് മീശ മാധവനിൽ പറയുന്നത് പോലെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു. എവിടെയാ പോയതെന്ന് ആർക്കും അറിയില്ല, എന്തിനാ പോയതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ പോലീസിനറിയാം, മുകളിൽ CCTV ഉണ്ട്, അതിനും അറിയാം.